ഫ്ലൈറ്റിൽ കയറിയിരുന്നതിന് ശേഷം ഇറങ്ങി പോകാൻ പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ലണ്ടൻ ഡ്രാമ കഴിഞ്ഞിട്ട് സൗദി എയർലൈൻസ് അടുത്ത പണി തന്നത് ജിദ്ദന്ന് ഞാൻ റിയാദിക്ക് എടുത്ത ഫ്ലൈറ്റിനായിരുന്നു കേട്ടോ. റിയാദിൽ ഞാൻ 20 ഹവേഴ്സോളം ലേ ഓവർ എടുത്തിട്ടായിരുന്നു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് സൗദിയിൽ വന്നിട്ടുണ്ടെങ്കിൽ സൗദിയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള റിയാദ് എങ്ങനെ കാണാതെ പോവാ? ലഗേജും സംസം വെള്ളമൊക്കെ ഞാൻ നേരെ കൊച്ചിയിലേക്ക് വിട്ടതിന് ശേഷം ഹാൻഡ് ലഗേജ് എടുത്ത് കയ്യും വീശി റിയാദ് എയർപോർട്ടിന്റെ പുറത്തിറങ്ങിട്ടോ. മിഡിൽ ഈസ്റ്റ് കൺട്രീസിലാണ് ഞാൻ പോണതെങ്കിൽ എവിടെ പോയാലും ഹോസ്റ്റ് ചെയ്യാൻ എനിക്ക് ഒരാളെ കിട്ടാതിരിക്കില്ല കേട്ടോ. സോ എന്റെ വേറൊരു ഫ്രണ്ടാണ് റിയാദ് കാണിക്കാൻ വേണ്ടി ഇന്ന് കൊണ്ടുപോകുന്നത്. റിയാദിന് മുന്നേ സൗദിയുടെ ക്യാപിറ്റൽ ദിരിയ എന്ന് പറഞ്ഞ ഒരു ഹിസ്റ്റോറിക് സിറ്റി ആയിരുന്നു കേട്ടോ. സൗദിയുടെ യങ് രാജാവായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വിഷൻ 2030 എന്ന് പറഞ്ഞ പ്ലാൻ കൊടുക്കുന്നതെന്ന് എനിക്ക് ദിരിയ കണ്ടപ്പോൾ മനസ്സിലായിട്ടോ. വരും കാലങ്ങളിൽ സൗദി അറേബ്യ ഒരു ഹോളിഡേ സ്പോട്ട് ആവുന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സും ആയിട്ടും റിലാക്സ് ചെയ്യാനും ചില്ല് ചെയ്യാനൊക്കെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ റിയാദിലെ ദിരിയ. കുറച്ച് ചരിത്രം കുറേയേറെ മെമ്മറീസും ആയിട്ട് വീണ്ടും കാണാന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് സൗദി അറേബ്യനോട് ഞാൻ ബൈ ബൈ പറഞ്ഞു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞാൻ കൊച്ചി എത്തി. ഇപ്രാവശ്യം വീട്ടുകാരോട് ഞാൻ വരണ്ട, സ്വിഫ്റ്റ് ബസ് എടുത്ത് ഞാൻ വീടെത്തിക്കൊണ്ടെന്ന് പറയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സംസം വെള്ളം പെട്ടിയൊക്കെ ആയിട്ട് ആലുവ അങ്ങാടിയിൽ നട്ടപ്പാതിരക്ക് ഞാൻ ഈ കാലും കളഞ്ഞ് കുത്തിരിക്കുന്നത് കണ്ടിട്ട് ആളുകൾ ചോദിക്കാൻ തുടങ്ങി എവിടുന്നാ മോളെ വരുന്നതെന്ന്. അവരോട് എനിക്ക് പറയാൻ പറ്റുമോ ഐ ലൈക്ക് അഡ്വഞ്ചർ എന്ന്.